ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ UK-യിൽ നിന്നിട്ട് ഇന്ത്യൻ PCC എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ആദ്യം VFS ഗ്ലോബൽ കൗൺസിലർ സർവീസ് എന്നുള്ള നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് തന്നെ വരും അപ്ലൈ ഫോർ പാസ്പോർട്ട് റിലേറ്റഡ് കൗൺസിലർ സർവീസ്, അതെടുക്കാം. അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ആവും. അപ്പം നമ്മൾ അതിനകത്ത് അപ്ലൈ ഫോർ പാസ്പോർട്ട് റിലേറ്റഡ് കൗൺസിലർ സർവീസിനകത്ത് സ്റ്റെപ്പ് ബൈ അതിനകത്ത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ കൗൺസിലർ സർവീസിനകത്ത് പോകുമ്പം കൗൺസിലർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുക്കണം. അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഏത് ടൈപ്പ് എന്താ വേണ്ടതെന്നുള്ളതുണ്ട്. അപ്പോൾ അതിനകത്ത് PCC നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. എന്നിട്ട് അത് കുറച്ചും കൂടെ താഴോട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് താഴോട്ട് ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും PCC അത് ഒന്ന് മാറിപ്പോയി. അപ്പോൾ ഒന്നും കൂടെ ചെയ്യണം. അപ്പോൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഓവർവ്യൂ, ഫീസ് എത്രയാണെന്നും ഡോക്യുമെൻറ്റ്സ് റിക്വയർമെൻറ്റ് എത്രയാണെന്നും ഒക്കെ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ഫോട്ടോ സ്പെസിഫിക്കേഷൻ, ഡെലിവറി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ടവർക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണും. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ PCC അപ്ലൈ ചെയ്യേണ്ട ഒരു സൈറ്റ് ഓപ്പണായി വരുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ആ ലിങ്കിൽ കയറിയപ്പോഴത്തേക്കും ആ സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ എന്തോ സർവീസ് വർക്ക് ചെയ്യുന്നില്ല, എന്തോ അറിയത്തില്ല, സൈറ്റ് മാറിയതാണോ എന്ന് അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ VFS ഓഫീസിൽ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോഴത്തേക്കും അവൻ എനിക്കൊരു സൈറ്റ് പറഞ്ഞു തന്നു. അപ്പോൾ ആ സൈറ്റാണ് ഞാൻ ഇനി ഇതിനകത്തോട്ട് ബാക്കി അപ്ലോഡ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തതേണ്ടേ നമുക്ക് VFSന്ന് കിട്ടിയ സൈറ്റാണ് mportalpassportindia.gov.in/mission. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും ഇതിനകത്ത് ആപ്ലിക്കൻ്റ് ലോഗിൻ എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനകത്താണ് നമ്മൾ ആപ്ലിക്കൻ്റ് ലോഗിനിൽ കയറിയിട്ടാണ് നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു സൈറ്റ് ഓപ്പൺ ആകുമ്പം അതിനകത്തോട്ടാണ് നമ്മൾ PCCക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കൻ്റ് ലോഗിൻ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലോഗിൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോഗിൻ വെച്ച് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലോഗിൻ ആദ്യം സൈൻ ഔട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് തൊട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി കൊടുത്തവരുടെ ആണെന്നുണ്ടെങ്കിൽ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എൻ്റെ അതിനകത്ത് ഞാൻ ചെയ്തിട്ടില്ല, ആപ്ലിക്കൻ്റ് ലോഗിൻ ഞാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ താഴെ ചെല്ലുമ്പോൾ അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് രജിസ്റ്റർ ബൈ ക്ലിക്കിംഗ് ഓൺ രജിസ്റ്റർ ലിങ്ക്. അപ്പോൾ രജിസ്റ്റർ ലിങ്കിൽ പോവാം. അതിൽ പോയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ആ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ പാസ്വേഡും എല്ലാം കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് എംബസി നമ്മൾ എവിടുത്തെ എംബസിയിലാണ് നമ്മൾ പോണത്. അപ്പം ഞാൻ UK-യിലായതുകൊണ്ട് UK-യിലെ എംബസിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം, അതിനകത്ത് UK-യിൽ ഒരുപാട് എംബസി ഉണ്ട് VFS. അപ്പോൾ അതെനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പാസ്പോർട്ടിനകത്ത് നമ്മുടെ പേരെങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗിവൺ നെയിമും സർനെയിമും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് സർനെയിം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സർനെയിം കൊടുത്തിട്ടില്ല. അപ്പോൾ ഗിവൺ നെയിം മാത്രം കൊടുത്തു. പിന്നെ അതിനകത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മുടെ മെയിൽ ID, പിന്നെ നമുക്ക് ആ മെയിൽ ID തന്നെ യൂസർ നെയിം ആക്കണം എന്നുണ്ടെങ്കിൽ ആ മെയിൽ IDയും കൊടുക്കാം. പിന്നെ പാസ്വേഡ്, പിന്നെ നമുക്ക് ഹിൻ്റായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യന്. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ രജിസ്റ്റർ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു OTP വരും നമ്മുടെ മെയിലിനകത്ത്. ആ OTP കൊടുത്തിട്ട് നമ്മൾ വീണ്ടും സൈനപ്പ് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് രജിസ്റ്റർ ആയിട്ട് നമുക്ക് പിന്നെ ലോഗിൻ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മെയിലിനകത്തോട്ടും ഇത് വന്നു. അപ്പോൾ ഞാൻ ആ കോഡ് അടിച്ചു, അതിനകത്തോട്ട് ലോഗിൻ ചെയ്തു. ഇനിയിപ്പം വീണ്ടും നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് ഇതിനകത്ത് കയറുമ്പം എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തു. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ ലോഗിൻ ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, PCCൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ അത് ഓക്കെ കൊടുക്കുക. ഫസ്റ്റ് വന്ന സ്ലൈഡിൽ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ അടുത്തതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പറയുന്നുണ്ട് അപ്ലൈ ഫോർ പോലീസ് ക്ലിയറൻസ്. അപ്പോൾ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫോർ പോലീസ് ക്ലിയറൻസ് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ PCCക്ക് അപ്ലൈ ചെയ്യുന്നത്, അത് നമുക്ക് എംപ്ലോയ്മെൻറ്റിനാണെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ്. അപ്പം ഞാൻ NMC പിന്നിന് വേണ്ടിയായിരുന്നു ഞാൻ PCC അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ NMC പിന്നിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എന്നാണ് കൊടുക്കേണ്ടതെന്ന്
എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ VFSC ചെല്ലുമ്പോഴത്തേക്ക് അവർ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ മേടിക്കും. എൻ്റെ കയ്യിൽ നിന്ന് അവർ എക്സ്ട്രാ പൈസ മേടിച്ചു. നമ്മൾ അങ്ങനെ അതേഴ്സ് എന്നും പറഞ്ഞ് കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അതേഴ്സ് കൊടുത്തോണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പൈസ വെറുതെ 5 പൗണ്ട് പോകണ്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അങ്ങനെ ചെയ്താൽ മതി. കാരണം ഞാൻ ഇങ്ങനെ വേറെ ചെയ്തവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ അതേഴ്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് NMC പിന്നിന് വേണ്ടിയാണെന്നും പറഞ്ഞ് കൊടുത്താൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ബാക്കി അതിനകത്ത് പറയുന്ന പോലെ തന്നെ ഏത് റീജിയൻ, അപ്പം ഞാനിവിടെ യുണൈറ്റഡ് കിങ്ഡം ആയതുകൊണ്ട് യുണൈറ്റഡ് കിങ്ഡം, ഞാൻ അതേഴ്സ്, പിന്നെ പാസ്പോർട്ട് നമ്പർ, നമ്മുടെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, പാസ്പോർട്ട്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പാസ്പോർട്ടിനകത്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് പാസ്പോർട്ടിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ എഴുതണം. ഇതിൽ പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഡേറ്റും പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റും അതേപോലെ തന്നെ പാസ്പോർട്ട് എവിടെയാണ് ഇഷ്യൂ ചെയ്തതെന്നും പിന്നെ എന്താ പറയുന്നത് ഫയൽ നമ്പർ എന്ന് പറയുന്നതും പാസ്പോർട്ടിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അടിച്ച് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് പേജിൽ പോകുമ്പം അതിനകത്ത് നമ്മുടെ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ബർത്ത്സ് എവിടെയാണ് നമ്മൾ ബർത്ത് ആയത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആധാർ ഇഫ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് ഞാൻ വിചാരിച്ച ആധാർ നമ്പർ വേണ്ടായിരിക്കുന്നു. പക്ഷേ ആധാർ നമ്പർ മസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ആധാർ നമ്പർ അതിനകത്ത് കൊടുക്കുക. അപ്പം ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ആധാർ നമ്പർ കൊടുത്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അപ്പോൾ ഇതിനകത്ത് പ്ലേസ് ഓഫ് ബർത്ത്, വില്ലേജ്, ടൗൺ, സിറ്റി എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ പോലെ കൊടുത്തപ്പോൾ അവർ ഒരെണ്ണം മാത്രം സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു. അപ്പം ഇതിനകത്ത് തന്നെ കാണാം ആധാർ നമ്പർ വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വെയിറ്റ് ചെയ്ത് പിന്നെ ഞാൻ ആധാർ നമ്പർ അടിച്ചു കൊടുത്തു. ആധാർ നമ്പർ അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത പേജ് വരും. അപ്പോൾ അടുത്ത പേജ് വരുമ്പോഴത്തേക്കും അതിനകത്ത് പറയുന്നത് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസാണ്. അപ്പോൾ പാസ്പോർട്ടിനകത്ത് എങ്ങനെയാണോ അച്ഛൻ്റെയും അമ്മയുടെയും പേര്, അതേപോലെ ഹസ്ബൻഡിനുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര്, കാര്യങ്ങളെല്ലാം കൊടുക്കുക. എന്നിട്ട് അടുത്ത പേജിലോട്ട് നമ്മൾ പോവുക, നെക്സ്റ്റ് പേജിൽ പോവാം. അപ്പോൾ അത് പോയി കഴിയുമ്പോഴത്തേക്കും അതേപോലെ തന്നെ അടുത്ത പേജിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സ്. അപ്പം നമ്മളിപ്പോൾ കറൻ്റ്ലി എവിടെയാണോ അവിടുത്തെ അഡ്രസ്സാണ് നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എന്താ പറയുന്നത് അത് പ്രീവിയസ് നമ്മൾ നാട്ടിലുള്ള റെസിഡൻസും ഇവിടുത്തുള്ള റെസിഡൻസ് അഡ്രസ്സും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറ്റേ ക്രിമിനൽ എന്തെങ്കിലും ഇതുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടോ, പെട്ടിട്ടുണ്ടോ. അപ്പോൾ അതിനകത്തൊക്കെ നോ ആണെന്നുണ്ടെങ്കിൽ എല്ലാം നോ കൊടുക്കുക. അതിനകത്ത് പിന്നെ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ലോ. നമ്മുടെ പേരിൽ ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാം നോ കൊടുക്കുക. അത് കഴിഞ്ഞ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ലാസ്റ്റിലെന്ന് പറയുമ്പോഴത്തേക്കും PCCയുടെ നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളുമാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും വെരിഫൈ ചെയ്യാം നമ്മൾ ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. കാരണം ഇത് വൺസ് ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാടായിരിക്കും. പിന്നെ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നതിന് ശേഷം മാത്രമേ നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം വെരിഫൈ ചെയ്തെങ്കിൽ ഐ എഗ്രി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് സ്ഥലത്തു നിന്നാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ പേരും ഏത് ഡേറ്റ് ആണെന്നുള്ളത് അത് ഓൾറെഡി അതിനകത്ത് ഡേറ്റ് കാണിക്കുക. അതുകൊണ്ട് പിന്നെ നമ്മൾ ഡേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഏത് സ്ഥലമാണെന്നുള്ളത് മാത്രം നമ്മൾ അതിനകത്ത് കൊടുക്കുക. പിന്നെ അതിനകത്ത് നെക്സ്റ്റ് അതിൽ അടുത്ത അതേപോലെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് അവർ പറയുന്നുണ്ട് നമ്മൾ ഇതെല്ലാം പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അതേന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നും നമുക്ക് വായിച്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പം എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കി കറക്റ്റ് ആണെന്ന് നമുക്ക് ബോധം വന്നപ്പോൾ നമ്മളിത് കറക്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് അവർ പറയുന്നുണ്ട് ഇത് നമ്മൾ ഈ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതേപോലെ തന്നെ അതിനകത്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിലും എന്ത് ഡോക്യുമെൻറ്റാണ് നമ്മൾ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അപ്ലോഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ അപ്ലോഡും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ PCC